TDRA എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലത്തെ പ്രൈസ് വെച്ച് ഒരുപാട് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് നമുക്ക് ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. തകർപ്പൻ ക്യാമറ, ഇതിന്റെ ക്യാമറ തന്നെ കഴിക്കാനുള്ള ഇന്നേവരെ വേറെ ഒരു ഫോണും ഇല്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 10-25 പീസുകൾ വിൽക്കുന്നുണ്ട് ഡെയിലി. S24 Ultra. നല്ല ബെസ്റ്റ് ബഡ്ജറ്റിന് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് S24. ഗാലക്സി S23 Ultra ഇന്നും മാർക്കറ്റിൽ നല്ല മൂവിംഗ് വേണ്ടിയുള്ള സാധനമാണ്. 6 നിന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് നിന്റെ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ കടയിലേക്ക് വരുന്നതാണ്. ഇത് കോസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ മിസ്റ്റർ നമ്മളിന്ന് വന്നിട്ടുള്ളത് ബർദുബായ് അൽഫാത്തി സ്ട്രീറ്റിൽ നമ്മുടെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് പ്രൈസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്ക്രീൻ ഫോക്കസിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിലാണ് നമുക്ക് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് ദുബായിൽ എന്തത്ര പ്രൈസ് കുറവെന്നുള്ളത്. നമ്മുടെ ദുബായിൽ പൊതുവെ ഇലക്ട്രോണിക്സിന് പൊതുവെ ചീപ്പാണ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ദുബായിൽ ഇത്ര പ്രൈസ് കുറവിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ സംഭവം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാംസങ് സീരീസിൽ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മോഡൽ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ, അതായത് ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൂടി എടുക്കാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റിയ നല്ല ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലേക്ക് കടക്കാം. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരുപാട് മോഡൽസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ S24 ആയാലും S23 ഉണ്ടെന്നെങ്കിലും. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ഷൻ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് ഇതിലും ബഡ്ജറ്റ് കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഫോണുകൾ കാര്യങ്ങൾ നമുക്ക് അതിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഐഫോണിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുക, ഒരുപാട് റേറ്റ് അല്ലേ, പിടുത്തമിട്ട റേറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഒരുപാട് റേറ്റിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് ഐഫോൺ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 16 വരുന്നതുകൊണ്ടാവും നമ്മൾ ഐഫോണിൻ്റെ പ്രൈസ് വീഡിയോ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള Z Flip 6, അതുപോലെ തന്നെ Z Fold 6ൻ്റെ പ്രൈസ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് Z Fold 6 തുടങ്ങാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്? നല്ല ഈ ഓഫർ ആയിട്ട് ഇത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്കൊരു 4250 കൊടുക്കാൻ പറ്റും. 4250 മിഡിൽ ഈസ്റ്റ് വെർഷൻ. ഓക്കെ, ഇത് ഞാൻ സ്റ്റാർട്ടിങ് എന്താണ് മിഡിൽ ഈസ്റ്റ് വെർഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് ചെക്ക് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ S24 Ultraൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുമ്പോഴും ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്, ഇതിലും റേറ്റ് കുറവിൽ ഓൺലൈൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓൺലൈനിൽ സെയിം റേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആ ടൈറ്റിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ S24 Ultra മിഡിൽ ഈസ്റ്റ് വേർഷന് പ്രത്യേക അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് TDR അല്ലല്ലോ. TDR അല്ല. അതായത് നമ്മുടെ ദുബായിൻ്റെ അണ്ടറിൽ, അതായത് വരുന്ന ടെലികോം അണ്ടറിൽ വരുന്ന ഫോണല്ല. ഇതാണ് TDR വേർഷൻ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് TDR എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ. ഇത് നമുക്ക് UAE വാറണ്ടി കിട്ടും. UAE ഉണ്ടാവില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. UAE ഇത് വാറണ്ടി കാര്യങ്ങളാണ്. നിങ്ങൾ സ്വന്തം റിസ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ സാംസങ് ആയതുകൊണ്ട് ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പണ്ടൊക്കെ മാർക്കറ്റിൽ കൊറിയാനും അങ്ങനെയൊക്കെ സാംസങ്ങിൻ്റെ ഒരുപാട് വേർഷൻസ് വന്നിട്ടില്ലേ. അതൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഐഫോണിൻ്റെ കേസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഐഫോണിലാകുമ്പോൾ ജസ്റ്റ് TRയും ചൈനയും. പക്ഷെ അതൊക്കെ നമുക്ക് എന്താ പറയുക, വാറണ്ടി, ഇന്റർനാഷണൽ വാറണ്ടി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ആരും കംപ്ലൈന്റ് പറഞ്ഞ ഇന്നുവരെ കേട്ടില്ല. അതിൽ നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങൾ അടിക്കണ്ട. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരാണ്. ഇങ്ങനത്തെ ഈ സംഭവം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ചോദിച്ച് വാങ്ങണം. TDR ആണെങ്കിൽ TDR. ഇതാകുമ്പോൾ പിന്നെ റേറ്റ് കുറവുണ്ടല്ലേ? അതെ, ഇതിന് റേറ്റ് കുറവാണ്. TDR ആകുമ്പോൾ വില കൂടും. TDR ഇതേ സെയിം ഫോണിന് TDR വാങ്ങിക്കുന്നതാണെങ്കിൽ കുറഞ്ഞൊരു 4700 റംസോളാവും. 4700 4700 TDR ആണ്. അതെ. ഇത് വെറും 4250 ആണ്. ഏകദേശം നല്ലൊരു വില വ്യത്യാസമുണ്ട്. അതേപോലെ നമുക്ക് ഇതിൽ 512 ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് 512 ഇതിൽ മിഡിൽ ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 512 5000 കിട്ടും. 5000. അതേ TRA ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു വില കൂടും. 5400 കിട്ടും. ആ റേറ്റ് ഒരു 400 ദിർഹംസിന്റെ ഡിഫറൻസ് ആണ്. 400 ദിർഹംസിന്റെ ഡിഫറൻസ്. പിന്നെ വേറെ സംഭവം പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചൊന്ന്, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡലാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ TDR നല്ല റേറ്റ് കുറവിൽ കിട്ടും. നിങ്ങൾക്ക് നമ്മുടെ വരുന്ന വീഡിയോസുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും TDR നല്ല റേറ്റ്
റേറ്റ് കുറവിൽ വരും. സാംസങ് പ്രത്യേകിച്ച് പെട്ടെന്ന് റേറ്റ് കുറയുന്ന ഒരു ഫോണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് 6 എന്ന് തുടങ്ങാം. ഫ്ലിപ്പ് 6 ഇതാണ് അതിന്റെ ഡമ്മി വരുന്നത്. ഫ്ലിപ്പ് 6 ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളി, ഇതിന്റെ ഡമ്മി വരുന്നത്. നമുക്ക് ഇതിന് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ TDRന്റെ വില എന്ന് പറയാം. ഏറ്റവും നല്ല TDR വാങ്ങിക്കുന്നവർക്ക് നല്ലത്. TDR ഏകദേശം നമുക്കൊരു 2900 കൊടുക്കാൻ വേണ്ടി. 2900 നമുക്ക് 2900. ഏത് കളർ എടുക്കുന്നതാണ് ഒരേ വില. കളറിൽ വലിയ മാറ്റമൊന്നുമില്ല. കളർ ഏത് ഇതിൽ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512 3300 ആണ്. 3300 ഓഫർ പ്രൈസ് ആണ്. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ തരുന്നത്. 100% വ്യത്യാസം ഉണ്ടാവും. ഓൺലൈൻ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ 100%. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ Z Fold 6ന്റെ ഡമ്മിയാണ് ഈ വരുന്നത്. കളറിംഗ് ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 3-4 കളർ ഉണ്ട്. അതുപോലെ ലേഡീസിന് വേണമെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പിങ്ക് കളറും കൂടി ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞതിനെ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്ലിം ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഞാൻ കാണാം, നല്ല സ്ലിം ആയിട്ട് നല്ല അടിപൊളി സ്ലിം ആണ് ഇത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ്. അടുത്ത നമുക്ക് Z Fold 5. നമുക്ക് ഇതിന്റെ പ്രൈസ് തന്നെ വരും. ഇത് മിഡിൽ ലിസ്റ്റ് ആണ്. TDR എല്ലാത്താണ്. ഇത് നമുക്ക് ഏകദേശം ഒരു ഓഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു 3650 കൊടുക്കാൻ വേണ്ടി പറ്റും. 3650 മിഡിൽ ലിസ്റ്റ് വെർഷൻ കേട്ടോ. മിഡിൽ ലിസ്റ്റ് ആണ് കേട്ടോ. TDR ആണെന്നുണ്ടെങ്കിൽ TDR ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. TDR ആകുമ്പോൾ ഏകദേശം ഒരു 3900 കൊടുക്കാൻ വേണ്ടി. 256 കേട്ടോ. 256 3900. ഓക്കെ, ഇതിൽ നമുക്ക് 512 ഉണ്ടോ? 512 ഉണ്ടല്ലോ. 512 നിങ്ങൾ മിഡിൽ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4000 കിട്ടും. 512. അത് TDR എടുക്കുന്നതാണ് 4200 ആണ്. 4200 ഒരു 200 ദിർഹംസിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ TDR അതായത് വാറന്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ TDR എടുക്കുമ്പോൾ ദുബായ് മാത്രം, അതായത് ദുബായ് UAE മാത്രമാണ് വാറന്റി കാര്യങ്ങൾ. സാംസങ് നിങ്ങൾ ഏതെന്നെ ഫോൺ എടുക്കുന്നതാണെങ്കിൽ വെറും ദുബായിൽ മാത്രമേ ഇതിന്റെ വാറന്റി ഉണ്ടാവുള്ളൂ. ആപ്പിളോ ഇല്ല വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ എടുക്കുന്നതാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്റർനാഷണൽ വാറന്റി കാര്യങ്ങൾ. ഫോൺ ഏതെങ്കിലും എടുക്കുന്നതാണെങ്കിൽ ഇന്റർനാഷണൽ ആയിരിക്കും വാറന്റി ഉണ്ടാവുക. അടുത്ത നമുക്ക് ഗാലക്സി Z Flip 5. നമുക്ക് ഇതിന്റെ റേറ്റ് ആണ് വരുന്നത്. ഇതൊരു 250 നമുക്ക് ഒരു 2150 ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 2150 TDR ഉള്ളത് നമുക്ക് 2150 കൊടുക്കാൻ വേണ്ടി പറ്റും. TDR ഇതിൽ TDR അല്ലാത്ത നമ്മൾ വെക്കില്ല. ഇതിൽ TDR ഇത് തന്നെ നിങ്ങൾക്ക് ഒരു 512 നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2325 കൊടുക്കാം. 2325. ഇത് നമുക്ക് നല്ല പ്രൈസ് ആണ്. അതിൽ കളറിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് കളർ ഉണ്ട്. ഏകദേശം ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഐഫോണിൽ കമ്പയർ ചെയ്യുന്ന പോലെ ഇതിൽ കമ്പയർ ചെയ്ത വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു 10-20 ദിർഹംസുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പ്രൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ഇവർക്ക് വിളിച്ചിട്ട് വേണം വിളിച്ചിട്ട് വന്നാൽ നല്ല. എന്താന്ന് പറയുക, ഇത് ഹോൾസെയിൽ മാർക്കറ്റ്. ഒരേ വില അല്ലായിരിക്കും. ഇന്നുള്ള വില അല്ലായിരിക്കും നാളെയുള്ള വില അല്ലായിരിക്കും മറ്റന്നാൾ. ജസ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്ത് വരുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ വേറെയും കുറെ കസ്റ്റമർ ചോദിച്ച് വിളിക്കാറുണ്ട് ടാബി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആ ഒരു ഓപ്ഷൻ ഇപ്പം തൽക്കാലം എടുത്തില്ല. അഥവാ അങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങളെ ചാനൽ മുഖാന്തരം നമ്മളത് അറിയിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് വഴി എടുക്കണം ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. പക്ഷെ അതിനും നമുക്ക് കാർഡ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൺഫേം ചെയ്ത് വന്നാൽ മതി. പറഞ്ഞു തരുന്നതായിരിക്കും. വിളിച്ചിട്ട് വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അടുത്ത് നമ്മൾ Z Flip പറഞ്ഞു. ഇനി നമുക്ക് ഗാലക്സി S24 അൾട്രയ്ക്ക് നല്ല പ്രൈസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ. ഇതിന്റെ മേലെ വേറെ നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല. ഏകദേശം അത് നമ്മൾ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടാണ് ഇതിന്റെ അടുത്തത് ഇതാണ് നമ്മൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഗാലക്സി S24 Ultra. ഒരുപാട് പേര് എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫോണാണ് ഗാലക്സി S24 Ultra. നമുക്ക് ഇതിന്റെ കേസിലോട്ട് പറയുമ്പോൾ നമുക്ക് നാട്ടിലത്തെ പ്രൈസ് വെച്ചുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ മെയിൻ പറയാനുള്ള ഇതിന്റെ ക്യാമറയാണ്. തകർപ്പൻ ക്യാമറ. ഇതിന്റെ ക്യാമറ തന്നെ കഴിക്കാനുള്ള ഇന്നേവരെ വേറെ ഒരു ഫോണും ഇല്ല. നമ്മളിപ്പോ ആപ്പിൾ കമ്പയർ ചെയ്യുന്നതാണെങ്കിലും ഇല്ല വേറെ ഏതെങ്കിലും ബ്രാൻഡ് കമ്പയർ ചെയ്യുന്നതാണെങ്കിലും എല്ലാത്തിനും വാപ്പിയാണ് ഇത് S24 Ultra. ക്യാമറന്റെ കാര്യത്തിൽ അത്രയ്ക്കും സൂമിംഗ് ഓപ്ഷൻ ആയിക്കോട്ടെ ഇതിന്റെ ഓരോ കാര്യങ്ങളും അത്രയ്ക്കും ബെസ്റ്റ് ആണ് ഇത് S24 Ultraന്റെ ക്യാമറ. നമുക്കിപ്പോ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നല്ല മൂവിംഗ് ഉള്ളത് ഇതന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡെയിലി നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 10-25 പീസുകൾ വിൽക്കുന്നുണ്ട് ഡെയിലി. അതെ S24 Ultra. ഇത് കളറിംഗ് കളർ ബേസ് നമുക്കിപ്പോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ സീസൺ അല്ല, അൺസീസൺ ആയിട്ട് പോലും നമുക്ക് ഡെയിലി മാർക്കറ്റിൽ ഒരു 20-30 പീസ് പോകുന്നൊരു മോഡലാണ് S24 Ultra. ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിടുത്തമിട്ട
ഡബിൾ ആയിരിക്കും, ട്രിപ്പിൾ ആവാനും ചാൻസ് ഉണ്ട്. കച്ചവടം അത്രയും നമുക്ക് സെയിൽ വരുന്ന ഒരു മോഡലാണ് S24 Ultra വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബെസ്റ്റ് പ്രൈസ് നമ്മൾ TDR ആണ് കേട്ടോ. ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന TDR ആണ്. ഇത് ഏകദേശം നമ്മൾ ഒരു 3090 ഇത് കൊടുക്കാൻ വേണ്ടി 3090 S24 Ultra TDR നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വേറെ ഒന്നും സ്പെക്ക് വെക്കല്ല, നല്ല തന്നെ ആയിക്കോട്ടെ എന്നുള്ള. ഇത് നമുക്ക് 256 GB അല്ലേ? 256 GB ആണ്. ഇത് നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 512 ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 3825 തരികയാണെങ്കിൽ നിങ്ങൾക്ക് 512. ഇതിലും കളർ വൈസ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്താൽ മതി. നിങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് കളർ ഏതാ ഒന്ന് വിളിച്ച് ചോദിച്ച് വരുന്നതായിരിക്കും ഒന്നും കൂടി നല്ല. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഗാലക്സി S24 പ്ലസ്. അതായത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ, അതായത് S24 Ultraന്റെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫോൺ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ് S24 പ്ലസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ്, ബെസ്റ്റ് പ്രൈസ് S24ന്റെ ബെസ്റ്റ് പ്രൈസ് ഞാൻ ഇത് പറയുകയാണെങ്കിൽ കുറിച്ച് ഇത് TDR ആണ് കേട്ടോ. ഈ TDR ഇത് നമുക്കൊരു 2700 ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. 2700 നമുക്ക് S24 പ്ലസ്. ഇത് ബെസ്റ്റ് പ്രൈസ് ആണ്, നല്ല പ്രൈസ് ആണ്. ഇതിൽ നമുക്ക് 512 ഉണ്ടോ? 512 ഉണ്ടല്ലോ. 512 നിങ്ങൾക്ക് ഏകദേശം ഒരു 3512 തരാൻ വേണ്ടി. 3512. ഓക്കെ. അതേപോലെ തന്നെ വേറെ സംഭവം ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങളിപ്പോൾ ഇതിൽ 512 3000 നോക്കുമ്പോൾ അതേപോലെ നമുക്ക് S24 Ultra 256 GB നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ചെറിയൊരു വ്യത്യാസം, 90 റംസ് ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് GB ഒരു വിഷയമല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഐഫോൺ ഒക്കെ എടുക്കുന്നവർ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്, തിങ്ക് ചെയ്യാറ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഗാലക്സി S24. ഓക്കെ. ഇത് നമുക്ക് ഒന്നും കൂടി ഹാൻഡ് ചെയ്തിട്ടുള്ള ഫോൺ, നമുക്ക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം നമ്മളെ 15 പ്രോന്റെ സൈസ് ആണ് ഈ ഫോണിന്റെ സൈസ്. 15 പ്രോ ടൈറ്റാനിയം ആയിരിക്കും, നല്ല ഫോണാണ്. ഇതും കാണാൻ നല്ലൊരു ആന്റിക് ആയിട്ടുള്ള ഫോണാണ്. ഈ S24 സീരീസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവെ നമ്മൾ ഒരു ഐഫോണിന്റെ ഒരു കോപ്പി അടിച്ചൊരു മോഡൽ, കാരണം ആ ഒരു ബോക്സി ഡിസൈൻ അതിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ വില നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, നല്ലൊരു വില പറയട്ടെ, അടിപൊളി വില. ഇതൊരു 2440 ഇത് കൊടുക്കാം. 2440 ഇത് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് നമുക്ക് S24 വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഫോൺ നല്ല ബെസ്റ്റ് ബഡ്ജറ്റിന് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് S24. ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നില്ല, ഒരുപാടുണ്ട്. ഏകദേശം ഒരു 4 കളർ ഉണ്ടാവില്ല ഇതിൽ. നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ് ഇഷ്ടപ്പെടുന്നത്, അതായത് ബെസ്റ്റ്, അതായത് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് വീഡിയോ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് ഗാലക്സി S23 Ultra ഇന്നും മാർക്കറ്റിൽ നല്ല മൂവിങ് ഉള്ള സാധനം. അതായത് S24 Ultra വന്നിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത്രയും ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾ ചോദിച്ചു വരുന്ന സാധനം കൂടിയാണ് ഇതൊന്ന്. ഇത് ഉണ്ടാക്കിയ ഓളം ശരിക്കും പറഞ്ഞാൽ S22 ഉണ്ടാക്കിയിട്ടില്ല. ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റുപോയത് നമ്മൾ ഈ കടയിലായിക്കോട്ടെ നമ്മൾ ഈ മാർക്കറ്റിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ഇതായിരിക്കും, S23 Ultra. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ വന്ന S24 ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു AI ഫീച്ചേഴ്സ് കൊണ്ടാണ് അതൊരു വേറിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈൻ വൈസിലൊന്നും അല്ലാതെ വേറെ സ്പെക്ക് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിൽ കിട്ടുന്ന അതേ AI ഫീച്ചേഴ്സ് നമുക്ക് ഇതിലും കിട്ടും. അതിപ്പോൾ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ബെസ്റ്റ് പ്രൈസ് ഞാൻ നല്ലൊരു ഓഫർ പ്രൈസ് പറയാമല്ലോ ഇതിന്. ഇതില്ല ഒരു 2625 വെച്ച് കൊടുക്കുക. 2625 TDR ആണ്, 256 ആണ്, 12 GB RAM, 256. ഇതിലപ്പോ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ അതെ 512 ഞാൻ തരാലോ, നല്ലൊരു വില തരാലോ. 512 ഒരു 3050 ഓക്കെ. നമുക്ക് വേറെ സംഭവം കൂടി പറയാന്ന് വെച്ചാൽ ഇത് 3050 512 S23 Ultra. നമുക്ക് S24 Ultra നമുക്ക് വരുന്നത് 3200 256 GB നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം 512 ഇത് എടുക്കുന്നു, 256 നമ്മളെ S24 Ultra എടുക്കുന്നു, വെറും ഒരു 40 റംസിന്റെ വ്യത്യാസമുള്ളൂ. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണം എടുക്കണമെന്നുള്ളത്. പക്ഷെ ഈ ഒരു സംഭവം ചോദിച്ചു വരുന്നവർ ഇന്ന് ഈ മാർക്കറ്റിലുണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻറ്റിൽ ഇപ്പോഴും ഗോൾഡൻ സീരീസ് ആയിരുന്നു കൂടുതലാണ് ചോദിച്ചു വരുന്നത്. പിന്നെ ഇതില് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കല്, ആ ഒരു കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഓക്കെ. അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രീൻ കാർഡെല്ലാം വളരെ ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. മെഷീനറി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഏത് മോഡൽ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് പറഞ്ഞോട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഇട്ടോടെ
കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ തരും. അത് ഫുള്ള് നിങ്ങൾക്ക് ലാമിനേറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഐഫോൺ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് സാംസങ്ങിന്റെ ഗാലക്സി S23. ഇതിന് മുന്നായിട്ട് നമുക്ക് S23 പ്ലസ് ഉണ്ട്. അപ്പോൾ നിലവിൽ S23 പ്ലസ് ഇല്ല, S23 FE ആയിരിക്കും. FE ആണ് പ്ലസിന് പകരം അതേ മോഡൽ അതേ സൈസിൽ വരുന്ന നമുക്ക് പ്ലസ് നമുക്ക് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇവിടെ. പ്ലസ് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, വരുന്നില്ല അത്. ഓക്കെ, അടുത്ത് നമുക്ക് ഗാലക്സിന്റെ S23. ഇത് നമുക്ക് എന്നെ പ്രൈസ് വരുന്നത്? ഇത് നല്ലൊരു പ്രൈസ് ആക്കാമല്ലോ. ഇതിന് വെറും ഒരു 1725 ചെയ്ത് കൊടുക്കാം. 1725 ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ റേറ്റിന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 256 ആണെന്നുണ്ടെങ്കിൽ 256 ആണെങ്കിൽ ഇത് 128ന്റെ വിലയാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞത് ഇതിൽ തന്നെ നമ്മൾ ഒരു 256 എടുക്കുന്നതാണെങ്കിൽ ഒരു 1950 കിട്ടും. 1950 കിട്ടാൻ. അത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. അടുത്ത നമുക്ക് ഇതിൽ FE സീരീസ് S23 തന്നെ നമുക്ക് വരുന്ന FE സീരീസ് ഗാലക്സി S23 FE. ഇത് നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൽ 256 ഉണ്ട്, 512 ഉണ്ട്. ഇത് 256 എടുക്കുന്ന വെറും 1525 ആണെന്നുള്ളൂ. 1525. അതിൽ തന്നെ ഒരു 512 എടുക്കുന്നതാണെങ്കിൽ 1725. ഓക്കെ, 1725 ബെസ്റ്റ് പ്രൈസ് ആണ്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഒന്നും കൂടി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മോഡൽസ്. ഇത് പക്ഷേ നമുക്ക് ബേസിക് എന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്ന മോഡൽസ് ആണ്. നമുക്ക് ആൻഡ്രോയിഡ് നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ. അതായത് നമുക്ക് ഐഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ അവർ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആവും. ഓക്കെ, പെർഫോമൻസ് കാര്യത്തിൽ ബാറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് വല്ലാത്തൊരു ബാറ്ററി ബാക്കപ്പാണ്. ഇതിന് 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി വരാത്ത. നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിന്റെ. A55 5G ഫോണാണ്. ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 128 ഉണ്ട്, 256 ഉണ്ട്. നിങ്ങൾ ഒരു 128 എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു 999 ആ ഒരു വിലക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി 999 ആണ് ഇതിന്റെ വില. 128 5G ആണ്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ 256 എടുക്കണമെന്നുണ്ടാൽ അതിന് നല്ല ഒരു വില ഉണ്ട്. 1111. ഓക്കെ, 3 1 അല്ല 4 1. സോറി, 4 1. ഒരു 3 9 അതിനൊരു 4 1. ഓക്കെ, അതായത് 1111 ദിർഹംസ്. ഓക്കെ, അടുത്ത നമുക്ക് A55 കഴിഞ്ഞ് A35 കിടക്കാം. ഓക്കെ, A35 5G ആണ്. നല്ല ഫോണാണ്. ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ടൈറ്റാനിയം ആണ് ചുറ്റും വരുന്ന. സാധാരണ നമ്മളെ S24 15 Pro Maxിലൊക്കെ വരുന്ന ടൈറ്റാനിയം ഇല്ല, ചുറ്റും അതേ സെറ്റപ്പ് ആണ് ഇതിനുള്ളത്. ഇതിനും പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. A55 അതേ ഓപ്ഷൻ ആണല്ലോ. ചുറ്റും ടൈറ്റാനിയം ആയിരിക്കും. പെട്ടെന്നൊന്ന് വീണുപോയി കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ടൈറ്റാനിയം ആയതുകൊണ്ട് നല്ല റിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ 2 ഫോണും. A55 ആയിക്കോട്ടെ, A35 ആയിക്കോട്ടെ, ഇത് രണ്ടും നല്ല റിഫ്യൂസിന് പറ്റിയ ഫോണാണ് ഇത്. ഇതിന് നമുക്ക് അതിന് പ്രൈസ് വരുന്നത്? ഇതിന് നല്ലൊരു ഓഫറായി കൊടുത്താലോ. നീ കൊടുക്കുന്നത് നിന്റെ വക ഒരു ഓഫർ പറഞ്ഞോളെ. എത്ര കൊടുക്കണ്ടേ പറഞ്ഞോളെ. എങ്ങനെ ഇതൊരു കോസ്റ്റിന് കൊടുത്താലോ, ലാഭമൊന്നും ഇല്ലാണ്ട് നിന്റെ വീഡിയോ കാണുന്ന ആള് ഓടി ഒന്ന് വാങ്ങിച്ചോട്ടെ. സ്പെഷ്യൽ പ്രൈസിനാണ് കേട്ടോ. ഇത് ലാഭമൊന്നും ഇല്ലാണ്ട് കൊടുക്കാൻ നമുക്ക്. ഇത് 256 കേട്ടോ. 8GB 256 നിന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് നിന്റെ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ കടയിലേക്ക് വരുന്നതാണ്. ഇത് കോസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ 970 കൊടുക്കും. 970 ദിർഹംസിനാണ് 256 TR 256 256GB TDR വേർഷൻ കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് വാറന്റി കാര്യങ്ങളും യാതൊരു ടെൻഷനോ കാര്യങ്ങളോ അടിക്കണ്ട. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരണം കേട്ടോ. സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 512 ഉണ്ടാവും. ഇല്ല, ഇതിൽ 512 ഇല്ല. ഇപ്പൊ നീ കൊടുത്ത വില 256 ആണ്. 8GB RAM 256. ഇനി നെക്സ്റ്റ് ഉള്ളത് 8GB RAM 128 ഉണ്ട്. സെയിം മോഡൽ തന്നെ, സെയിം മോഡലാണ്. A35 5G. ഇത് നമുക്കൊരു 810 കൊടുക്കാം. 810. ഇത് നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. ബെസ്റ്റ് പ്രൈസ് ആണ് അത്. നല്ല വിലയാണ്. സെയിം അതേ ടൈറ്റാനിയം ആണ് കേട്ടോ. സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇത് നമ്മൾ ഒരു ബേസിക് ആയിട്ട് ഒരു സാധാരണക്കാരൻ ആർക്കും വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോണാണ് ഈ ഫോൺ. ഇതും 5G ആണ്. A25 5G. നമുക്കൊരു 6GB RAM 128 നമുക്ക് ഏകദേശം ഒരു 590 കൊടുക്കാം. നമുക്ക് 590. അത്രയും നമുക്ക് ചെറിയ സ്മാർട്ട് ഫോൺ അത്ര. അടുത്ത നമുക്ക് 256 കൊടുക്കാം. 8GB 256 ആണ് ഇത്. 8GB RAM 256. ഇത് നമുക്ക് ഒരു 700 കൊടുത്താലേ 700 വെറും 700 ദിർഹംസിന് നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇതും ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് സാംസങ് സീരീസ് ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ കിടിലം പ്രൈസും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബെല്ലൈക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ സ്ക്രീനിൽ അല്ലാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് എന്നിട്ട് മാക്സിമം ഷോപ്പിലേക്ക്
വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പ്രൈസിലൊക്കെ ഡിഫറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശ ആവും. അതാണ് ജസ്റ്റ് അത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണല്ലേ. താങ്ക് യു.